ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ദൈൻസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കുക്കീസ് എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല ക്രിസ്പിയായ ബട്ടർ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതും വെറും 3 ഇൻഗ്രീഡിയൻറ്റിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഞാൻ 1/2 കപ്പ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണിത്, റൂം ടെമ്പറേച്ചറിലുള്ളത്. പിന്നെ 1/3 കപ്പിൽ ഞാൻ പഞ്ചസാര പൊടിച്ചത് എടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദ 1 കപ്പ് ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് കുറഞ്ഞ അളവിലാണ് എടുക്കുന്നത്. പിന്നെ ഫ്ലേവറിന് വേണ്ടി ആവശ്യമുള്ളവർക്ക് വെനില എസൻസ്, ഇത് നിർബന്ധമില്ല, ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബട്ടറും പഞ്ചസാര പൊടിച്ചതും ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച ബട്ടറാണെങ്കിൽ കുറച്ച് മുമ്പേ പുറത്ത് വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ നമുക്കൊരു 4-5 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെനില എസൻസ് ഇട്ട്, ഞാനിവിടെ 2 ഡ്രോപ്പാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് അൺസാൾട്ടഡ് ആയതുകൊണ്ടാണ് ഇട്ടത്. വീണ്ടും ബീറ്റ് ചെയ്യാം. ഇങ്ങനെ മൊത്തം ഞാനൊരു 4-5 മിനിറ്റ് വരെയാണ് ബീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് വെനില എസൻസും ഉപ്പൊക്കെ ഇട്ടത്. ഇനി നമുക്ക് കുറേശ്ശെ മൈദ സീവ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ് ഇടുന്നില്ല, അരിച്ചിട്ടാണ് ഇടുന്നത്. വീണ്ടും ബീറ്റ് ചെയ്യാം. ഇപ്പോൾ പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പൊടിയൊന്നും പുറത്തേക്കാവില്ല. ബാക്കി മൈദ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയായി വരും, ഒരു മാവ് രൂപത്തിലാവും. ഞാൻ ഇത് കൈവച്ച് കുഴക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം തടവിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഡയറക്റ്റ് ഒഴിക്കരുത്. ഇവിടെ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ടുണ്ട്. ഇനി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു
ഇതുപോലെയുള്ളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി വെക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം റൗണ്ടിലാണ് ചെയ്യുന്നത്. അധികം കട്ടിയില്ലാതെ നമുക്കിതുപോലെ പരത്തി ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് കീറി കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഷേപ്പിലും ഡിസൈനിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ഇനി നിങ്ങൾക്കിത് സ്ക്വയറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം സ്ക്വയർ ഷേപ്പ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്താലും മതി. ഏതാ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം. ഇതിവിടെ കുറഞ്ഞ അളവിലായതുകൊണ്ട് പരത്താനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്ക്വയറിലും കുറച്ച് റൗണ്ടിലാക്കി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചതാണ്, പ്രീ ഹീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ തട്ടിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാത്രം വെച്ച് ഒരു അരമണിക്കൂർ വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അത് കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് ആറുന്ന സമയത്ത് നല്ല ക്രിസ്പിയായി വന്നോളും. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെയാണ് ഇതിൻ്റെ കണക്ക്. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റെല്ലാം ഞാൻ ഒന്ന് തണിഞ്ഞതിന് ശേഷം സെർവിങ്ങിനായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു ബോട്ടിൽ ഇട്ട് നമുക്ക് കുറച്ച് ദിവസമൊക്കെ സൂക്ഷിക്കാം. നല്ല അടിഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബട്ടർ കുക്കീസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റുകൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വളരെ ഇഷ്ടമാവും ഇത്.